ആദ്യം നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ മേളിൽ നിന്ന് ഇവിടെ ഒരു ലൈൻ ഇട്ടു. ഇത് വന്ന് ഫോൾഡാണിത്, ഫോൾഡ് തുണിയുടെ ഫോൾഡാണ് ഇവിടെ. എന്നിട്ട് ഇത് വന്ന് സ്ട്രെയിറ്റ് ഗ്രെയിനിൽ വേണം തുണി എടുക്കാൻ. നമ്മുടെ കരഭാഗം ഇന്ന് നേരെ വരുന്നതിൻ്റെ പേരാ സ്ട്രെയിറ്റ് ഗ്രെയിൻ. എന്നിട്ട് ഇതാണ് നമ്മൾ ബാക്കിന് വേണ്ടി എടുത്തേക്കുന്ന തുണി. ഇപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഹൈറ്റ് ഇവർക്ക് ഹൈറ്റ് വേണ്ടുന്നത് 13.5 ഇഞ്ചാണ് ഇവരുടെ ഹൈറ്റ്. അപ്പം ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറയ്ക്കണം. നമുക്ക് തയ്ക്കാനുള്ള ഇവിടെ ഏത് തുണി വെട്ടിയാലും നമ്മൾ കട്ട് ചെയ്യാനൊരു തയ്ക്കാനൊരു 1/2 ഇഞ്ച് അങ്ങനെയല്ലേ എടുക്കാറ്. ഇത് വന്ന് നമ്മുടെ സീം അലവൻസ്. ഇത് നമുക്ക് തയ്ക്കാനുള്ള ഇതുവഴിയായിരിക്കും നമ്മൾ തയ്ക്കുന്നത്, ഇതുവഴിയായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഷോൾഡർ എടുക്കണം. ഇപ്പം നമുക്ക് ഒരു കസ്റ്റമർ നമ്മളോട് ഒരു സൈസ് ബ്ലൗസ് പറഞ്ഞു, നമുക്ക് അവരുടെ ഷോൾഡർ ചെസ്റ്റ് മാത്രമേ അറിയത്തുള്ളൂ, ഷോൾഡർ അറിയത്തില്ലെന്ന് വയ്യ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് കസ്റ്റമറുടെ ക്ലയൻറ്റിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്കറിയാമായിരിക്കും. ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവർക്ക് 34ആണ്. 34 ഡിവൈഡഡ് ബൈ 6 ആണ് ഷോൾഡർ മെഷർമെൻറ്റ് വരുന്നത്. അതായത് ഇപ്പം എന്നോട് പലരും ചോദിച്ചത് 42 ഇഞ്ച് ബ്ലൗസ് 46 ഇഞ്ച് ബ്ലൗസ് തയ്ച്ച് തരാമോ, 42 ഇഞ്ച് ബ്ലൗസ് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത്. 42 ഇഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ചെസ്റ്റ് അളവാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 6. ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 5 30. ബാലൻസ് ഇവിടെ 4 ഉണ്ട്. 0 6 6 36. ഇതാണ് അവരുടെ ഷോൾഡർ. 34, അതായത് നിങ്ങളുടെ ചെസ്റ്റ് അളവിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് കിട്ടുന്നോ അതാണ് നിങ്ങളുടെ ഷോൾഡർ മെഷർമെൻറ്റ്.